Hi, God bless you all of you. How are you all? It's me, ഷിനു ഷിഖബുൽ ഖദർ. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആത്മാർത്ഥത ഒരുപാടുള്ള ആളുകളെ ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ച് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ മറ്റുള്ളവരെ ശരിക്കും യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലും നമുക്കും നന്മകൾ ചെയ്യണമല്ലോ. നമുക്കും ഒരുപാട് നന്മകൾ ചെയ്യണ്ടേ, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മകൾ വരുന്ന സംഭവങ്ങൾ സംഭവിക്കണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നത് ഒരുപാട് നന്മകൾ ചെയ്യുമ്പോഴാണ്. നല്ലത് ആഗ്രഹിക്കുക, അതൊരു നന്മയാണ്. നല്ലത് പറയുക, അത് വേറൊരു നന്മയാണ്, ഏറ്റവും വലിയ നന്മയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അത് വലിയൊരു നന്മയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും ഒക്കെ നന്മ, നമ്മൾ നല്ലത് ആഗ്രഹിക്കുന്നതിന് നന്മ എന്ന് പറയുന്നത് നല്ലത് നന്മ. അപ്പോൾ ആ നന്മ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ വിശേഷ ബുദ്ധി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും തിരിച്ചറിയണം. ആരാണ് നമ്മളെ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് തെറ്റല്ല, എല്ലാം അത്യാവശ്യമായിട്ട് പരസ്പരം നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരസ്പര സഹകരണത്തിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടില്ല. നമ്മൾ എന്ന് പറയുമ്പോഴാണ് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നത്. അത്രയും യൂണിറ്റിലാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ യൂണിറ്റി വിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. എന്നാൽ നമ്മൾ ചില ആളുകൾ അനാവശ്യമായി അവരവരുടെ ശരീരമോ പൈസയോ ഒന്നും പൈസ ചിലവാക്കാതെ ശരീരം അനങ്ങാതെ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തത്. അപ്പോൾ എന്നാൽ തനിക്കൊരാവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർ സഹായം തേടുന്നത് ഒരിക്കലും തെറ്റല്ല, സഹായം ചെയ്യുന്നതും തെറ്റല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പരസ്പരം സഹായിക്കുകയും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് പ്രകാരം നമ്മൾ തിരിച്ചറിയണം. ഇദ്ദേഹം ശരിക്കും നമ്മൾ ഓരോ എക്സാമ്പിളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളിലൂടെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഒബ്സർവേഷൻ ചെയ്താൽ മതി. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ നെഗറ്റീവ്, അതായത് അവർ ഉപയോഗിക്കാത്ത ആളുകളിൽ നിന്ന് അവരെ തന്നെ സേഫായിട്ട് വെച്ച് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മളൊരു പ്രൊട്ടക്ഷൻ ചെയ്യുകയും മറ്റുള്ളവർ ജെന്യുവനായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നമ്മൾ നന്മ ചെയ്യുകയും, നന്മ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് സംസാരിച്ച് നല്ലത് കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ പേരിനോ നമ്മുടെ ഇതിനൊന്നും ഒരു കോട്ടം വരാത്ത ലെവലിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നന്മ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഒരാളെ സന്തോഷിപ്പിക്കലാണ് ദാനധർമ്മത്തിൽ. അന്നദാനം കഴിഞ്ഞാൽ, അന്നദാനമാണ് ഏറ്റവും ദാനത്തിൽ മഹാദാനം അന്നദാനമാണ്. അന്നദാനം കഴിഞ്ഞാൽ ആരാണോ മറ്റൊരാൾക്ക് മനസ്സമാധാനം കൊടുക്കുന്നത്, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ചെയ്യാൻ, അന്നദാനം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാവട്ടെ. നമ്മൾ ഡെയിലി ആരെയും വേദനിപ്പിക്കാതെ വളരെ ഭംഗിയായി നന്മ ആഗ്രഹിച്ച്, നന്മ പ്രവർത്തിച്ച്, നന്മ ചിന്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും മുന്നോട്ട് പോയാൽ നമ്മളും സമൂഹവും നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷിനു ഷിഖബുൽ ഖദർ.